ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു പുഡിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാവുമെന്ന് നോക്കാം. ഞാനിതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മീൻസ് കുറച്ചുകൂടി വലിയൊരു കയ്യിലാണ്. അതേ സെയിം അളവിൽ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ ഈ പാത്രത്തിൽ ചെറിയ വെള്ളമുള്ള കാരണം ജസ്റ്റ് ഒന്ന് ഒരു നനവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് എന്തായാലും മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാല് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാത്രം വെച്ച് അതിൽ പാലൊഴിച്ച് തിളപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കപ്പ് അളവിൽ പാലേ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ വെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വെണ്ണ ആഡ് ചെയ്യുന്നുള്ളൂ. അതായതൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ വെണ്ണ ആഡ് ചെയ്തത്. പിന്നെ ഇത് തിളച്ച് വന്നതിന് ശേഷം ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരുപാട് മധുരം വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ, ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, കോൺഫ്ലവറും അതുപോലെ കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് ഈ പാല് തിളച്ച് വരുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ കട്ടകളുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് ചെറിയൊരു കട്ട പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ഒരു ചെറിയ ചെറിയ തരികൾ കിടക്കുന്നത്. അതിലേക്ക് ഞാൻ കൂടാതെ തന്നെ ഒത്തിരി വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായി മിക്സ് ആക്കാം. കണ്ടു, ഇപ്പോൾ ഇത് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അപ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ ജലാറ്റിനോ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതിനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. കണ്ടോ, ഇപ്പം തന്നെ കണ്ടാലറിയാം നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ തന്നെ ഇതായ കട്ടയായിട്ട് നല്ല പുഡിങ്ങായിട്ട് വരും. അല്ല നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊരു 15-20 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നുണ്ട്, എന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള അത് കാണിച്ചു തരാം. നമ്മുടെ പുഡിങ് ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കയ്യിൽ വെച്ചിട്ട് ഞാനത് എടുത്ത് കാണിച്ചു തരാം, അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് കണ്ടോളൂ. കണ്ടോ, നല്ല സ്മൂത്തുമാണ്. നമ്മൾ ജലാറ്റിനും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കണ്ടോ, ഈ ഒരു ഇതിൽ കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ പുഡിങ്ങൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.